ഹലോ, കേരള രുചിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് നല്ല സോഫ്റ്റ് പുട്ടാണ് കേട്ടോ. ഇത് മോൺഷെഫ് എന്ന് പറഞ്ഞ ഒരു അരിപ്പൊടിയാണ്. നമുക്ക് നല്ല സോഫ്റ്റ് പുട്ടുണ്ടാക്കിയെടുക്കാം. അപ്പം നമ്മൾ ഇതിനൊരു ഗ്ലാസ് അരിപ്പൊടിയാണ് എടുക്കുന്നത് കേട്ടോ. നമ്മൾ ഇതിനൊരു ഗ്ലാസ് അരിപ്പൊടി എടുത്തു. ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർക്കാം. നമ്മൾ അരിപ്പൊടി എടുത്ത അതേ ഗ്ലാസ്സിന് തന്നെ ഒരു 1/4 ഗ്ലാസ് വെള്ളം ചേർക്കുക. ഒരു ഗ്ലാസ് അരിപ്പൊടി എടുത്ത ഒരു 1/4 ഗ്ലാസ് വെള്ളം ചേർത്തിയാൽ മതി. നമ്മൾ ആ ഗ്ലാസ്സിന് തന്നെ ഒരു 1/4 ഗ്ലാസ് വെള്ളം ചേർത്തു. ഒന്ന് ഉപ്പെല്ലാം അവിടേക്ക് ആവാൻ വേണ്ടിയിട്ട് നല്ല നമ്മുടെ പച്ചവെള്ളം തന്നെ ചേർത്തിയാൽ മതി കേട്ടോ. നന്നായിട്ട് കുഴച്ച് വയ്ക്കുക. ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് പുട്ടുണ്ടാക്കാം. നമ്മൾ പുട്ടുണ്ടാക്കാറാകുമ്പോഴേക്കും നന്നായി ഉലർന്നിരിക്കും കേട്ടോ. അഥവാ നിങ്ങൾക്ക് ഇത്തിരി വെള്ളം കൂടിയെന്ന് തോന്നിയാൽ ഇത്തിരി അരിപ്പൊടിയും കൂടി ഇട്ടാൽ മതി. ഒരു ഗ്ലാസ് അരിപ്പൊടിക്ക് ഒരു 1/4 ഗ്ലാസ് വെള്ളം ചേർക്കുക. നമുക്ക് അടച്ചു വയ്ക്കുക. 5 മിനിറ്റ് ആകുമ്പോൾ പുട്ടുണ്ടാക്കുക. അടച്ചു വയ്ക്കുക. അപ്പം നമ്മൾ പുട്ടിൻ്റെ പൊടി നനച്ച് വെച്ചത് ഇപ്പോൾ ഒരു 5 മിനിറ്റായി. നമുക്കിതൊന്ന് ഉതിർത്തിയെടുക്കാം. ഇത് കൈ കൊണ്ട് ഉതിർത്തിയെടുക്കണം. കൈ കഴുകിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ അങ്ങനെ കട്ടയില്ലാതെ ഉതിർത്തി എടുക്കുക. അപ്പം നമ്മൾ ഒരു ഗ്ലാസ് അരിപ്പൊടിയാണ് എടുത്തത്. അതിൽ ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ. നമ്മുടെ പുട്ടിൻ്റെ പൊടി കണ്ട് ഉതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പുട്ടും കുറ്റിയിൽ നിറച്ച് കൊടുക്കാം. അപ്പം നമ്മുടെ പൊടി റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മൾ പുട്ടും കുറ്റിയിൽ പുട്ട് നിറച്ചു. അപ്പോൾ 2 ആൾ ഒരു കുട്ടിയൊക്കെ ഉള്ളിടത്ത് നമുക്ക് ഈ ഒരു ഗ്ലാസ് അരിപ്പൊടി മതി കേട്ടോ. നമ്മളിപ്പോൾ ഒരു ഗ്ലാസ് അരിപ്പൊടിയല്ലേ എടുത്തത്, ഒരു ഗ്ലാസ് അരിപ്പൊടി മതി. അപ്പോൾ നമുക്കൊരു 6 കഷ്ണം പുട്ടൊക്കെ കിട്ടും കേട്ടോ. പിന്നെ ഞാനിങ്ങനെ 2 പിടി അരിപ്പൊടിയാണ് കുറ്റിയിലേക്ക് ഇടുക. അപ്പോൾ നമുക്ക് ഒരു കഷ്ണം പുട്ട് നല്ല കറക്റ്റായിട്ട് കിട്ടും. നമുക്കിത് നമ്മൾ പുട്ടും കുടത്തിൽ വെള്ളം നിറച്ചിട്ടുണ്ട്. അപ്പോൾ അത് വെച്ച് കൊടുക്കുക. നമ്മുടെ പുട്ടായിട്ടുണ്ട്. നമുക്ക് പുട്ട് എടുക്കാം. ഇതാണ് നമ്മുടെ സോഫ്റ്റ് പുട്ട് കേട്ടോ. അപ്പം നമുക്ക് പുട്ട് ഇതിലേക്ക് മാറ്റാം. ഇതാണ് നമ്മുടെ പുട്ട്. നമുക്ക് പുട്ടിന് പഴം, ഇനി നമുക്ക് പപ്പടവും കൂടി വയ്ക്കാം. നമുക്ക് 2 പപ്പടവും കൂടി പുട്ടിൻ്റെ കൂടെ വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സോഫ്റ്റ് പുട്ടും പപ്പടവും പഴവും